പിന്നെ നമ്മൾ പറഞ്ഞ നഴ്സിംഗ് എന്ന് പറയുമ്പം അധികം ആരും ഈ ഒരു ഫീൽഡിലേക്ക് വരത്തില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കുറവാണ് അങ്ങനെയുള്ള ഒരു. പ്രത്യേകിച്ചും അധികം കഴിവുള്ള ഒത്തിരി ആളുകൾ നഴ്സുമാരുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു കൂടുതൽ അഭിനയിച്ചേക്കുന്ന ഒരു 5-6 നഴ്സുമാർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ളവരാണ് ഈ സിനിമയിൽ, കരുതൽ എന്ന സിനിമയിൽ ഉള്ളത്. നഴ്സുമാരിപ്പം സരിത ചേച്ചി ആണെങ്കിലും നഴ്സാണ്, പിന്നെ വേറെ നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ടീമിൻ്റെ ഒരു ഇത് തന്നെ ഈ ഒരു കരുതൽ സിനിമയ്ക്കകത്തുണ്ട്. എന്ത് റിലേഷൻ ആണെങ്കിലും അതിനകത്ത് കരുതൽ എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടറാണ്. അതിപ്പോൾ ഒരു മാതാപിതാക്കളും മക്കളും തമ്മിൽ റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലായിക്കോട്ടെ, ഇപ്പോൾ ഒരു കാമുകനും കാമുകിയും തമ്മിലായിക്കോട്ടെ, ആ എന്ത് റിലേഷൻ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ കരുതലാണ്. ആ കരുതലില്ലെങ്കിൽ ആ റിലേഷനെ ഇല്ല. നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ക്യാരക്ടർ ഫേസ് ചെയ്യേണ്ടത്. അമ്മയാകാം, ഭാര്യയാകാം, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയോ ഈ ഏരിയയിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്നതാണ്. അപ്പൊ നമുക്കതുകൂടെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ അമ്മയുടെ അടുത്ത് രണ്ടുപേർ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അമ്മ വെള്ളം എടുത്തു കൊടുക്കും. അമ്മയുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് മക്കളെന്ന പോലെ കണ്ട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞ് വെള്ളം എടുത്തു കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പുറകെ ചെന്ന് അമ്മനെ തലക്കടിച്ച് വീഴിച്ച് അവരുടെ സ്വർണം കവർന്നുകൊണ്ട് പോയി ലാസ്റ്റ് പോലീസ് കേസൊക്കെ ആയിട്ട് പോലീസ് പിടിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ഈ കഥ എഴുതിയേക്കുന്നത്. ആ കോവിഡിൻ്റെ ഒരു ടൈമിൽ 2019-20 കാലഘട്ടത്താണ് ഞാൻ അത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ കോട്ടയത്തൊരു ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അന്നേരം നമ്മൾ ഈ നഴ്സുമാരെ പലരും അടുത്ത് വരുമ്പോൾ ഓടിപ്പോകുന്നൊരു അവസ്ഥയായിരുന്നു. കോവിഡ് രോഗികളുടെ അടുത്ത് നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയം ആയിരുന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വന്നു കഴിഞ്ഞ് നമ്മൾ ആരും അടുത്തേക്ക് അടുപ്പിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നു. ഹായ്, ഹലോ, നമസ്കാരം. ചോയ്സ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം. ഇന്ന് കരുതൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എൻ്റെ കൂടെയുള്ള ചിത്രത്തിലെ സംവിധായകനും താരങ്ങളുമാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പം ഈ കരുതൽ, നമ്മൾ പല കരുതലിനെ പറ്റി പറയാറുണ്ട്. ഇപ്പം മാതാപിതാക്കളോടുള്ള കരുതൽ, കുട്ടികളോടുള്ള കരുതൽ, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള കരുതൽ, പലതരത്തിലുള്ള നമ്മൾ പറയാറുണ്ട്. ശരിക്കും എന്താണ് കരുതൽ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ഈ കരുതൽ എന്ന് പറഞ്ഞ ഈ ഒരു ടൈറ്റിൽ തന്നെ നമ്മൾ കുറേ ആലോചിച്ചിട്ടൊരു പേരായിരുന്നു. കാരണം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്ത് റിലേഷൻ ആണെങ്കിലും അതിനകത്ത് കരുതൽ എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടറാണ്. അതിപ്പോൾ ഒരു മാതാപിതാക്കളും മക്കളും തമ്മിൽ റിലേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലായിക്കോട്ടെ, ഇപ്പോൾ ഒരു കാമുകനും കാമുകിയും തമ്മിലായിക്കോട്ടെ, ആ എന്ത് റിലേഷൻ ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ കരുതലാണ്. ആ കരുതലില്ലെങ്കിൽ ആ റിലേഷനെ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, അമ്മ മകൻ ഒരു ബന്ധം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, സഹോദരങ്ങളുടെ ഒരു ബന്ധം കാണിക്കുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ ഒരു റിലേഷൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള ആ ബന്ധത്തെ പറ്റി നമ്മൾ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കുടുംബചിത്രം എന്ന നിലയിൽ നമ്മൾ കരുതൽ എന്നുള്ള ആ കോമൺ ആയിട്ടുള്ള ഒരു പേര് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഇതിലിപ്പോൾ ഇതിൻ്റെ പ്രസ് റിലീസ് ആയാലും അല്ലെങ്കിൽ സിനിമയോട് അനുബന്ധിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഒരു തലമുറ പുറത്ത് പോയി വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ജോലി ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കളൊക്കെ ഒരു ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ഈ പ്രവണത ഇപ്പോൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളത് എനിക്കൊരു മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് എന്താണ് പറയാം? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ കാണുന്ന ഓരോ വ്യക്തികൾക്കും എവിടെയെങ്കിലും അവരുടെ ജീവിതത്തിൽ അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കഥയാണുള്ളത്. അതായത് ഓരോ വ്യക്തി, ഇപ്പോൾ നിങ്ങളാണെങ്കിലും സിനിമ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് ഈ കഥയിൽ, ഈ സിനിമയിലെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഈ സിനിമ തന്നെ ഒരു റിയലായിട്ട് നടന്ന ഒരു സംഭവം ഞങ്ങൾ സിനിമയാക്കിയേക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ, ഉഴൂർ എന്ന് പറയുന്ന നാട്ടിൽ റിയലായിട്ട് ഒരു അമ്മ തന്നെ താമസിക്കുന്ന വീട്, മക്കൾ വിദേശത്തായിരുന്നു. ആ അമ്മയുടെ അടുത്ത് രണ്ടുപേർ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അമ്മ വെള്ളം എടുത്തു കൊടുക്കും. അമ്മയുടെ ആ ഒരു നല്ല മനസ്സുകൊണ്ട് മക്കളെന്ന പോലെ കണ്ട് അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞ് വെള്ളം എടുത്തു കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പുറകെ ചെന്ന് അമ്മനെ തലക്കടിച്ച് വീഴിച്ച് അവരുടെ സ്വർണം കവർന്നുകൊണ്ട് പോയി ലാസ്റ്റ് പോലീസ് കേസൊക്കെ ആയിട്ട് പോലീസ് പിടിക്കുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ഈ കഥ എഴുതിയേക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാലും ഓൾമോസ്റ്റ് വീടുകളിൽ കാരണന്മാർ തന്നെയുള്ളൂ, മക്കളെല്ലാം വിദേശത്തായിരിക്കും, ഒന്നുകിൽ സ്റ്റുഡൻറ് വീസ അല്ലെങ്കിൽ ജോലികളൊക്കെ ആയിട്ട് പോകുന്ന. അപ്പം അവരുടെ ഒരു സേഫ്റ്റി ഇനിയുള്ള കാലങ്ങളിൽ ഈ തന്നെ താമസിക്കുന്ന മാതാപിതാക്കളുടെ സേഫ്റ്റി എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം, അതിന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന വേദനകൾ, മക്കൾ അപ്പനും അമ്മേനെ കുറിച്ച് ഓർത്ത് വിദേശങ്ങളിൽ ഇരുന്ന് അനുഭവിക്കുന്ന അവരുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ, പിന്നെ അവിടെ നടക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇനിയുള്ള കാലങ്ങളിൽ
ആവശ്യമാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ ഒരു കുടുംബ ചിത്രം എന്ന നിലയിൽ ഇപ്പം കാണിച്ചിരിക്കുന്നത്. നിരവധി പത്രങ്ങളിലായാലും നമ്മൾ ഇതുപോലത്തെ വാർത്തകൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പം മാതാപിതാക്കളെ ഇതുപോലെ സ്വർണ്ണത്തിന് വേണ്ടിയിട്ട് പലരും കൊന്നു അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു മെസ്സേജ് തന്നെയാണ് ഈ സിനിമ. ശരിക്കും നമുക്കൊരു വേലക്കാരെ പോലും നമുക്ക് വിശ്വസിച്ച് നിർത്താൻ പറ്റാത്തൊരു കാലഘട്ടം. അപ്പം അത്രയും നമ്മുടെ കേരളം എന്ന് പറയുന്ന നാട്ടിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ ആ ഒരു പല കാര്യങ്ങളും നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. നമ്മളാൽ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തേക്കുന്ന ഒരു സിനിമ. അതുപോലെ ഈ സിനിമയിൽ പുതുമുഖ താരങ്ങൾ മായ റാണി, സരിത തോമസ്. അപ്പോൾ സരിത ഇപ്പം ഈ ഒരു സിനിമയിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ഇതെൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഇത് ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. 18 ഇയേഴ്സായിട്ട് നേഴ്സിംഗ് ഫീൽഡിലുണ്ട്. ഞാൻ കോട്ടയം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ റീൽസൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ജോമി റീൽസ് കണ്ടിട്ടാണ് ഈ ഫിലിമിലോട്ട് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പൊതുവേ നമ്മൾ പറയാൻ ഇപ്പം നേഴ്സാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്ന് സിനിമയിലേക്ക് വരുന്നത് നമ്മൾ കുറവാണ് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിൽ നിന്ന് സിനിമ എന്നുള്ളൊരു പാഷൻ ചെറുപ്പത്തിലോട്ട് തന്നെ ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതലില്ലായിരുന്നു, പക്ഷേ ഒരു 20+, 30+ തൊട്ട് എൻ്റെ ഒരു ഇഷ്ടമായിരുന്നു, ആഗ്രഹമായിരുന്നു ഫിലിമിൽ വരണം എന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രത്തിനെ പറ്റി ഒന്ന് പറയുമോ? കഥാപാത്രം എന്ന് പറയുന്നത് ലൈക്ക് നായികയുടെ ഫ്രണ്ട്സാണ് ഞങ്ങൾ. ഇപ്പം അതിലൊരു ജിമ്മേറ്റ്സ് ആയിട്ടുള്ള ഒരു സീനാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഞങ്ങളെല്ലാവരും ഇതിൽ കുറച്ച് 2-3 പേരും കൂടെ ഉണ്ട്. ഞങ്ങൾ ഡെയിലി ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തു. ഈസി ആയിരുന്നു ഞങ്ങൾക്ക് അഭിനയിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം കുറേ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ എന്താ തോന്നിയത്? സബ്ജക്റ്റ് നമ്മൾ ഡെയിലി എല്ലാ ദിവസവും ന്യൂസിലൂടെ കേൾക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷെ ഞങ്ങളുടെ ആ സീനിൽ ഈ സബ്ജക്റ്റുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതല്ല. ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ജിമ്മിൽ പോകുന്നു, സുംബ കളിക്കുന്നു. അത് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാം. നേഴ്സിംഗ് ആണെങ്കിലും ഞങ്ങൾക്ക് നേഴ്സിങ്ങിൻ്റെ ഒരു പാർട്ട് ഇതിലോട്ട് വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ കോട്ടയം ഭാഗത്താണ് എന്ന് പറഞ്ഞിരുന്നു. കോട്ടയത്തല്ലേ? അപ്പൊ നമ്മൾ ഇതുപോലത്തെ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ കോട്ടയം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ക്യാരക്ടർ ഫേസ് ചെയ്യേണ്ടത്. അമ്മയാകാം, ഭാര്യയാകാം, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയോ ഈ ഏരിയയിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുന്നതാണ്. അപ്പൊ നമുക്കതുകൂടെ ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ മായറാണി മാം, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മാമിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. മാം ഇപ്പോൾ കിരൺ ടി വിയിലായാലും മുൻപൊക്കെ ആങ്കർ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിൽ എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ഇതൊരു സർപ്രൈസ് കോളായിരുന്നു. കാരണം ഞാനൊരു 2-3 സിനിമകളിലൊക്കെ ഇങ്ങനെ തല കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന ആളുമാണ്. പക്ഷെ ബേസിക്കലി ഞാനൊരു ടീച്ചറുമാണ്. അപ്പോൾ ഇങ്ങനെ തലേ ദിവസമാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ക്ഷണം വന്നത്. ജോബി ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ ആരെയൊക്കെ ഫിക്സ് ചെയ്തിട്ട് അത് കിട്ടാതെ ഒന്ന് റീപ്ലേസ് ചെയ്തതാണ് സത്യത്തിൽ. പക്ഷേ അതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുങ്ങി അങ്ങനെ പ്രിപ്പയർ ചെയ്തൊന്നുമല്ല. ഞാൻ എറണാകുളത്താണ് വീട്. അപ്പം ഉഴവൂര് കുറച്ച് അകലെയാണ്. അപ്പോൾ തലേ ദിവസം കിട്ടുന്ന ഒരു കോളിൽ ഓടിപ്പോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നാലും എന്തോ മനസ്സിലൊരു തോന്നല്ല, ജോമി ഇങ്ങനെ ഒരു എന്താണ് അപ്കമിങ് ഡയറക്ടർ, യങ് ഡയറക്ടർ വിളിക്കുമ്പം നമുക്ക് ചെന്നേക്കാം എന്ന് തോന്നി കേട്ടോ ജോമി. അപ്പം അങ്ങനെ ഓടി വന്നതാണ്. പക്ഷേ എനിക്ക് ഞാൻ ശരിക്കും ഇതിനെ തന്നെ ഒരു മെയിൻ കഥാപാത്രമാണ് സിബി തോമസ് എന്ന് പറയുന്ന നമ്മുടെ കാസർഗോഡ് DYSP. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടാണ് എനിക്ക് ചെയ്യാനുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ റോളാണ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരുതൽ, മക്കളുടെ കരുതൽ, ഞങ്ങളിങ്ങനെ വിദേശത്തു നിന്ന് വരുന്ന ദമ്പതികളായിട്ടാണ് മക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഓപ്പണിംഗ് സീനിൽ ഞങ്ങളുടെ തലയാണ്, നമ്മളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഷൂട്ട് മുടങ്ങാൻ പാടില്ല. അപ്പം നമ്മൾ എത്തിയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് എന്തായാലും മനസ്സിൽ നിന്നുള്ളൊരു ഉൾവിളിയോടെയാണ് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം ഫീൽ ചെയ്ത കാര്യം ഇതാണ്, ഈ കരുതൽ എന്ന പേരിട്ടതിൽ എന്തൊരു കരുതലായിരുന്നറിയോ ഞങ്ങൾ ഈ ആർട്ടിസ്റ്റിനോട്. അല്ല, ജോമി പറഞ്ഞ ആദ്യത്തെ പോയിന്റ് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, നമ്മളെല്ലായിടത്തും ഒരു കരുതൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് സത്യം വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണ്, ഒരു സെറ്റിൽ ഇത്ര തികഞ്ഞ ജാടയില്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഗമയൊന്നും ഇല്ല കേട്ടോ. അല്ല, പുകഴ്ത്തൊന്നുമല്ല, സത്യം ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അപ്പം പറയാണ് എന്തൊരു കരുതലോടെയാണെന്നറിയോ, നമ്മൾ ഓരോ ചെറിയ റോളായിരിക്കാം, വലിയ റോളായിരിക്കാം, വളരെ സിമ്പിളായിട്ട് വളരെ കരുതലോടെ ആ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് വളരെ കുറച്ച് ദിവസങ്ങളിലെ ഷൂട്ടിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം
ജോമിയുടെ ഒരു കരുതൽ ആ പേരിന് വളരെ ആപ്റ്റാണ് കേട്ടോ. സത്യം. ചുമ്മാ സൂചിപ്പിച്ചൊന്നുമല്ല. ഇപ്പൊ സിനിമയിലായാലും ആ ഒരു കരുതൽ വേണം. ഇപ്പൊ തീർച്ചയായിട്ടും അല്ലേ? അത് ഉറപ്പായിട്ടും. വേണ്ട അപ്പൊ ഒരു അതൊക്കെ കാര്യം നമുക്ക് ആദ്യമേ തന്നെ കിട്ടി. അപ്പൊ അതുകൊണ്ട് പേര് പോലെ തന്നെ ബാക്കിയുള്ള എല്ലാം അങ്ങനെ തന്നെയാണ് പോയത്. പോയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദിസ്. എന്താ പറയുക, ഒരു റോളും സിബി സാറിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റിയതും വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം അദ്ദേഹത്തെ അങ്ങനെ അടുത്ത് എനിക്ക് പരിചയമുണ്ട്, പക്ഷെ എന്നാൽ അത്ര ക്ലോസ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ഒരു പേരുള്ള ക്യാരക്ടറുള്ള ഒരു റോള് തന്നെ ചെയ്യാൻ പറ്റി. അതെ, ശരിക്കും പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞതിൽ തന്നെ ആ കരുതൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു ഇപ്പൊ ജോമി സാർ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ സാറ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അതിലും കുറെ അവാർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മുൻപ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നഴ്സുമാരുടെ ഒരു അവസ്ഥയെ പറ്റിയിട്ടും കാര്യങ്ങളും കൊറോണ കാലഘട്ടത്തിലാണെന്നുള്ളത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ഇപ്പൊ സാറും ഈ നഴ്സിംഗ് ഫീൽഡിലുള്ള ഒരാളാണ്. അതെ അതെ. അപ്പോൾ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് വളരെ യാദൃശ്ചികമായിട്ട് വന്നൊരു സംഭവമാണ്. എനിക്കാണെങ്കിൽ ഈ ഒരു എഴുത്ത്, കഥയെഴുത്തോ അങ്ങനെയുള്ള ആക്ടിംഗ് ഒന്നും ഒരു താല്പര്യമില്ലാതെ ഇന്ന് വരെ ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ആ കോവിഡിൻ്റെ ഒരു ടൈമിൽ 2019-20 കാലഘട്ടത്തിലാണ് ഞാൻ അത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് തന്നെ. അപ്പം ഞാൻ കോട്ടയത്തൊരു ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അന്നേരം നമ്മൾ ഈ നഴ്സുമാരെ പലരും അടുത്ത് വരുമ്പോൾ ഓടിപ്പോകുന്നൊരവസ്ഥയായിരുന്നു. കോവിഡ് രോഗികളുടെ അടുത്ത് നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് നമുക്ക് വേണ്ടപ്പെട്ടവർ പോലും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയം ആയിരുന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വന്നു കഴിഞ്ഞ് നമ്മൾ ആരും അടുത്തേക്ക് അടുപ്പിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വന്നു. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ആർക്കും പല കലാകാരന്മാർക്കും ഒരു ചാൻസസ് കിട്ടുന്നില്ല. അപ്പം ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള പല ആളുകളും പുറത്ത് നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാനും അതൊക്കെ മനസ്സിലാക്കിയൊരു ഇതാണ്. നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റീസ് കുറേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് വളരെ യാദൃശ്ചികമായിട്ട് എന്നാൽ ഇപ്പോഴത്തെ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബുകളൊക്കെ ആണല്ലോ എന്നോർത്ത് നമ്മളൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. എൻ്റെ സ്വന്തം നാടായ ഉഴവൂരിൻ്റെ ഒരു പഴയ പേര് എളൂർ മീഡിയ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ഫിലിംസ് തന്നെ ചെയ്ത് ഒരു കുറച്ച് മെസ്സേജ് ഈ നാട്ടിലുള്ളവർക്ക് നേഴ്സുമാരെക്കുറിച്ച് നല്ല രീതിയിൽ കാണുക, അവരെ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലല്ല അവരുടെ ആ ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു റിയൽ അനുഭവത്തിൽ നിന്നൊരു കഥ എഴുതി അത് ഷോർട്ട് ഫിലിം ആക്കി നമ്മൾ ചെയ്തു. അപ്പം അന്ന് മുതൽ എൻ്റെ കൂടെ ഉള്ള 2 പേരാണ്. എൻ്റെ പപ്പയുണ്ട് അതിനകത്ത് തുടക്കം മുതൽ, പിന്നെ സ്റ്റീഫൻ ചെട്ടിക്കൻ എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്. അവരൊക്കെ നല്ല ആക്റ്റീവായിട്ട് എൻ്റെ കൂടെ സ്റ്റാർട്ടിങ് മുതൽ അവരുടെ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി. ഫസ്റ്റ് ഷോർട്ട് ഫിലിം തന്നെ നമ്മൾ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അയച്ചു കൊടുത്തപ്പം ബെസ്റ്റ് മെസ്സേജ് ഫിലിം എന്നുള്ള അവാർഡ് കിട്ടി. അപ്പോൾ അത് നമുക്ക് വളരെ വണ്ടറിങ് ആയിട്ട് തോന്നിയ സംഭവമായിരുന്നു. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ അവാർഡിന് വേണ്ടി ഒന്നും ആയില്ല, ചുമ്മാ ഇങ്ങനെ ചെയ്തു. അതാരോ പറഞ്ഞ് അയച്ചു കൊടുക്കുന്നവർ അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ ഒന്നും കൂടെ ചെയ്താൽ കൊള്ളാമെന്നായി. അപ്പോൾ അങ്ങനെ സെയിം കോവിഡ് റിലേറ്റഡ് നഴ്സുമാരെ കുറിച്ച് അടുത്ത് പറഞ്ഞും കൂടെ ചെയ്തു. അതിനും ഒരു ബെസ്റ്റ് കോവിഡ് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ അവാർഡും കിട്ടി. അപ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയി. പിന്നെ നമുക്ക് തന്നെ തോന്നി എവിടെയോ നമുക്കൊരു ദൈവം ഒരു കഴിവ് വന്നിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള. പലർക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കഴിവായിരിക്കില്ല നമുക്കുള്ളത്. അത് നമ്മൾ കണ്ടെത്താതെ പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. വൺസ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വലിയൊരു ഉയരത്തിൽ നമുക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം തോന്നിയതാണ് എന്നെപ്പോലെ തന്നെ കഴിവുള്ള പല ആളുകളും, ഞാൻ കഴിവുണ്ടെന്നല്ല പക്ഷേ ടാലൻറ്റഡ് ആയിട്ട് പല ആളുകളും ചാൻസസ് കിട്ടാതെ പുറത്ത് നിൽപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ കൂടെ നിർത്തി അവർക്കും കൂടെ ചാൻസസ് മേടിച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ എൻ്റെ ഷോർട്ട് ഫിലിമൊക്കെ അവസരം കിട്ടാത്ത പല കാര്യങ്ങളും ട്രൈ ചെയ്ത് അവർക്ക് അവസരങ്ങൾ കൊടുത്തു. ഇപ്പം ഞാനൊരു 12 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. 6-7 സ്റ്റേറ്റ് ലെവൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 4 നാഷണൽ ലെവൽ അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ആ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ഒരു 7-8 പേരെങ്കിലും ഇപ്പം സിനിമകളിൽ അവർക്ക് മുഖം കാണിക്കാൻ അവസരം കിട്ടുന്നു. അത് തന്നെ എനിക്കൊരു വലിയൊരു സന്തോഷം എനിക്ക് കിട്ടുന്നത് എന്നെ സംബന്ധിച്ച്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു, പിന്നെ നമ്മൾ പറഞ്ഞ നഴ്സിംഗ് എന്ന് പറയുമ്പം അധികം ആരും ഈ ഒരു ഫീൽഡിലേക്ക് വരത്തില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കുറവാണ് അങ്ങനെയുള്ള. പ്രത്യേകിച്ചും അധികം ഒരു കഴിവുള്ള ഒത്തിരി ആളുകൾ നഴ്സുമാരുടെ ഇടയിലുണ്ട്. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു കൂടുതൽ അഭിനയിച്ചേക്കുന്ന ഒരു 5-6 നഴ്സുമാർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ളവരാണ് ഈ സിനിമയിൽ, കരുതൽ എന്ന സിനിമയിൽ ഉള്ളത്. നഴ്സുമാരിപ്പം സരിത ചേച്ചി ആണെങ്കിലും നഴ്സാണ്, പിന്നെ വേറെ നഴ്സുമാരുണ്ട്, ഡോക്ടർമാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ടീമിൻ്റെ ഒരു ഇത് തന്നെ ഈ ഒരു കരുതൽ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡുമാണ് എല്ലാ രീതിയിലും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയിലേക്ക് കടന്നു വന്നത്.